അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും കുടുംബത്തിനൊക്കെ അൽഹംദുലില്ലാ കുഴപ്പമില്ല, സുഖം തന്നെ. പിന്നെ ഇന്ന് ഞാൻ പറയുന്നത്, ഇന്നലെ നജി, അതായത് മസ്റൂറ ഫാത്തിമ ചാനലോടമ്മ നജി ലൈവിൽ 2-3 വാക്കുകൾ പറയുന്നത് കേട്ടു. അപ്പം അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു. അതായത് കുറച്ച് ദിവസം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. കുട്ടികളെ കാണാതെ ഇരിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുറച്ച് മാറി നിൽക്കണം ഇപ്പോഴത്തെ മാനസികാവസ്ഥക്ക് എന്ന് പറഞ്ഞു. മാറി നിൽക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനിടയിൽ നജി ഒരു വാക്ക് പറയുന്നുണ്ട്. എന്തെന്നറിയോ, ഞാൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല, കഴിയാത്ത വിളിച്ചാലും ഫോൺ എടുക്കില്ല, ഒരാൾ മാത്രം വിളിച്ചാലേ ഫോൺ എടുക്കുള്ളൂ, അല്ലാതെ ഞാൻ ഫോൺ എടുക്കില്ല എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ആ ലൈവ് കണ്ടതിന് ശേഷം തുടങ്ങിയതാണ് ഞാൻ ഈ ചിന്ത. ഒരു ദിവസം കഴിയാത്തൻ്റെ അടുത്ത് വന്ന് നിൽക്കണം എന്നും പറയുന്നുണ്ട്. സന്തോഷം, വരൂ, സ്വാഗതം തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അറിയണം. എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ കുടുംബത്തിൽ വാപ്പാക്ക് സുഖമില്ല, ഉമ്മാക്ക് സുഖമില്ല, നിനക്ക് 3 മക്കളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കുകയാണ്, ആരും വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്ന് സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും, അല്ല ഉമ്മാനെ പോട്ടെ, അല്ല ഉമ്മമാരും ഉണ്ട് ഇപ്പോൾ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അപ്പോൾ നീ എവിടെ പോകുന്നു, എവിടെയാണ് നിൽക്കുന്നത്, ഇതൊക്കെ അറിയാനുള്ള അവകാശം എനിക്കോ മറ്റുള്ളവർക്കോ ഇല്ലെങ്കിലും നിൻ്റെ കുടുംബത്തിനുണ്ട്, നിൻ്റെ മക്കൾക്കുണ്ട്. അപ്പോൾ നീ അത് മറക്കല്ലേ. കാരണം ഇന്ന് നമ്മൾ കാണുന്നതാണ് പലതും, പല വഴിക്കും പല അപകടങ്ങളും നമ്മൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ എടുക്കില്ല, പറയില്ല എന്ന് മാത്രം നീ പറയരുത്. എനിക്ക് നീ ഇന്നലെ ആ ലൈവിൽ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് പേടി തോന്നാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ പെരിന്തൽമണ്ണ സിറ്റിയിൽ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇപ്പോഴും പേടിയാണ്. ആ ടൗണിൽ പോയി നമ്മളൊരു 10 മിനിറ്റ് ഒരു ബസ് നേരം വഴുകാൻ വേണ്ടി നമ്മൾ നിന്ന് കഴിയുമ്പോൾ അപ്പോൾ അറിയാം നമുക്കതിൻ്റെ വിവരം. ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഒരു പെണ്ണാണ്, നമ്മൾ 3 കുട്ടികളുടെ മാതാവാണ്. നമ്മൾ എവിടെ പോകണം, എവിടെ ഇരിക്കണം എന്നുള്ളത് നമ്മളെ കുടുംബം അറിയണം. കാരണം നീ അങ്ങനെ പറഞ്ഞതിൻ്റെ സാരം ഞാൻ പറയുന്നതെന്ന് പറയാം, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, നീ എവിടെയെങ്കിലും പോയി, മനുഷ്യന് എപ്പോൾ മരണം വരും എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും എവിടെയും വെച്ചാവാം. അപ്പം പറയാതെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരറിയും, ആരോട് പറയും? നിന്നെ പോകുന്ന നാട്ടിൽ അറിയില്ലായിരിക്കാം. കാരണം നീ ഉദ്ദേശിച്ചിരിക്കണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ, നീ ഇവിടെ വരും എന്ന് പറഞ്ഞു, സന്തോഷം, നീ ഇവിടെ വരിക, നിൽക്കുക, പോവുക. അത് കഴിഞ്ഞ് നീ ഇവിടുന്ന് പോയിട്ട് നീ എവിടെയാണ് പോകുന്നെന്നുള്ളത് നിൻ്റെ കുടുംബത്തിൽ അറിയണം. നിൻ്റെ ഉമ്മാനോടും ബാപ്പാനോടും സഹോദരനോടും നീ പറയണം. കാരണം കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആറ്റങ്ങൾ പിഞ്ചു മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി പോകുന്നതും നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ആമിനാത്താൻ്റെ അടുത്ത് പോകും, അതും എനിക്കറിയാം. പക്ഷേ അത് കഴിഞ്ഞ് നീ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് നിൻ്റെ കുടുംബത്തിൽ നീ പറഞ്ഞുകൊണ്ട് പോകണം. എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ ആയുസ്സിന് ഒരു ഗ്യാരണ്ടിയുമില്ല. എവിടെ പോകുമ്പോഴും എപ്പോഴും നമ്മൾ ഇന്ന സ്ഥലത്ത് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. വീട്ടിലിപ്പോൾ നിനക്ക് ഭർത്താവില്ലാത്ത അവസ്ഥയ്ക്ക് നിൻ്റെ ഉമ്മാനോടും ബാപ്പാനോടും പറഞ്ഞിട്ട് വേണം നീ വരാൻ. എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിലും ശരി, ആമിനാത്താൻ്റെ അടുത്ത് വരികയാണെങ്കിലും ശരി, ഇനി മറ്റെവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതും അതാണ് നല്ലത്. കാരണം നാളെ നീ പറയരുത്, എനിക്ക് കുറേ ഉമ്മമാരെ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന്, കുറേ ഇത്താമാരെ കിട്ടിയിട്ടുണ്ട്, ഒരു ഇത്താമാരും ഒരു ഉമ്മമാരും എന്നോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തന്നില്ല എന്ന് നീ പറയരുത്. ഇപ്പോൾ നീ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ നീ ചോദിക്കും, എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നില്ലേ, എന്തിനിങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്ന് നീ ചിന്തിച്ചേക്കാം. പക്ഷേ ഞാൻ ഫോൺ ചെയ്ത് നിന്നോട് പറഞ്ഞാൽ നീയും ഞാനും മാത്രമേ അറിയുള്ളൂ. നീ ഇന്നലെ സോഷ്യൽ മീഡിയയിലാണ് പറഞ്ഞത്, ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കുകയാണ്, കജാത്താൻ്റെ അടുത്ത് ഞാൻ പോകും, ആമിനാത്താൻ്റെ അടുത്ത് ഞാൻ പോകും, ഒരു ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ചു വരും,
പിന്നീട് ഞാൻ പോയാൽ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല, ഒരാൾ വിളിക്കുമ്പോൾ മാത്രമേ ഫോൺ എടുക്കുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരാളും മറ്റുള്ളവരും ആയാലും നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ ഉമ്മാനോടും ബാപ്പാനോടും പറഞ്ഞിട്ട് വേണം നീ എവിടെ പോവുകയാണെങ്കിലും പോവാൻ. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മരണം നമ്മളെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ പോയി എങ്ങിട്ട് പോയി എന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾ അറിയണം. ഇന്ന് മാതാപിതാക്കളെ വിഷമത്തെക്കുറിച്ച് നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നീ 3 മക്കളുടെ ഉമ്മയാണ്. ആ മക്കൾക്ക് വാപ്പാക്കും ഉമ്മാക്കും പകരം നീ ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നീ എൻ്റെ അടുത്ത് വന്നോ, ഒരാഴ്ച നിന്നോ, കുഴപ്പമില്ല. ഞാൻ എൻ്റെ മനസ്സിലെ ഉദ്ദേശം ഇവിടെ നിർത്തിയിട്ട് നിന്നെ ഇവിടെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ആ ഡോക്ടറുടെ അടുത്ത് നിന്നെ കൊണ്ടുപോയി ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നിൻ്റെ അവസ്ഥയോ പറഞ്ഞ് നിന്നെ ഏതെങ്കിലും വഴിയിൽ നിൻ്റെ ടെൻഷനിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്നാലാവുന്ന ഒരു സഹായം അത് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ആ പണം കൊണ്ടൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനസ്സ് പോകുന്ന വഴികളിലൂടെയെല്ലാം നമ്മൾ സഞ്ചരിക്കേണ്ട. മനസ്സ് പോകുന്ന വഴികൾ നമ്മളെല്ലാം അതേപടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവസാനമില്ലാത്ത ഒരു പോക്കാവും അത്. അപ്പം അങ്ങനെ പോവല്ലേ പൊന്നുമോളെ. നമ്മൾ ചിന്തിക്കുക, നമ്മൾ 3 കുട്ടികളുടെ ഉമ്മയാണ്. നമുക്ക് ഉമ്മയും ബാപ്പയും സഹോദരങ്ങളുമുണ്ട്. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവരോട് പറയണം. അവർ വിളിച്ചാൽ ഫോൺ എടുക്കണം. കഴിയാത്ത വിളിച്ചാലും ഫോൺ എടുക്കണം. ആമിനാത്ത വിളിച്ചാലും ഫോൺ എടുക്കണം. എന്നിട്ട് എന്തിന് പോയി, എവിടെ പോയി എന്നുള്ളത് കുടുംബത്തിൽ അറിയണം. നീ ഇങ്ങനെ ഒരാഴ്ച പോയി എവിടെയെങ്കിലും നിന്ന് നിൻ്റെ മനസ്സമാധാനം തേടുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നിനക്കൊരു കൗൺസിലിങ്ങും ഒരു ഡോക്ടറെയും കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എവിടെയും പോകേണ്ട ആവശ്യമുണ്ടാവില്ല. മനസ്സമാധാനം എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മളും കൂടെ ശ്രമിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനാണ് ഡോക്ടർമാരും ചികിത്സയും ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കില്ലേ, അപ്പോൾ അതേമാതിരി മനസ്സിന് രോഗം വന്നാലും നമ്മൾ ചികിത്സിക്കണം. അതിനാണ് കൗൺസിലിങ്ങും സൈക്കാട്രിസ്റ്റ് ഡോക്ടറും ഉള്ളത്. നിനക്കൊരു ടെൻഷനും ഇല്ലാതെ ജീവിക്കാനുള്ള മാർഗം അവരുടെ അടുത്ത് എത്തിപ്പെട്ടാൽ നിനക്കുണ്ടാവും. അതുകൊണ്ട് 7 മിനിറ്റായി ഈ വീഡിയോ കണ്ടാൽ നീ വിഷമിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നീ പറഞ്ഞിട്ട് വേണം പോവാൻ. ഇങ്ങനൊരു ഉപദേശം എനിക്കാരും തന്നില്ല എന്നുള്ളത് നാളെ നീ പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നിന്നെ വിളിച്ച് പറയുകയുള്ളൂ. പക്ഷെ അത് പോരാ, ഇങ്ങനൊരു വീഡിയോ വേണം. അതെ, കാരണം എൻ്റെ ഒരു മകളെ, എൻ്റെ ഒരു അനിയത്തിയാണ് നീ. അതുകൊണ്ട് നീ എവിടെ പോയാലും നിനക്കൊരു അപകടം പറ്റരുത് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായുസ്സും ഉണ്ടാകട്ടെ. ഒരു അപകടങ്ങളിലും പടച്ചറപ്പ് നമ്മളെ കൊണ്ട് പെടുത്താതിരിക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. തമിഴ് കുറച്ചിരിക്കട്ടെ.